സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു SSCRT പാഠഭാഗമാണ്. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള 8th ചാപ്റ്റർ. അദ്ദേഹത്തിന്റെ പേര് നവകേരള സൃഷ്ടിക്കായി. അപ്പൊ കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു അധ്യായത്തിൽ കാണാൻ സാധിക്കും. സ്റ്റാർട്ട് ചെയ്യാം. സ്വന്തമായിട്ട് നോട്ട് കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് കുറച്ച് വരികളാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. അപ്പൊ മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ ഏതാനും വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നും തന്നെ ഒരു ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യം എന്താണ്? ദുരവസ്ഥ എന്ന കൃതി ആരുടേതാണ്? മഹാകവി കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ. മഹാകവി കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ. ഈ വരികളിൽ നിന്ന് അന്നത്തെ കേരളത്തിലെ സാമൂഹികാവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് ദുരാചാരങ്ങള് മുൻകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്നു. ജാതി വിവേചനം, ശൈശവ വിവാഹം തുടങ്ങി ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നു. വസ്ത്രം, ജോലി, പാർപ്പിടം, ഭാഷ, പേര് തുടങ്ങി പല കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു. കൂടാതെ സ്ത്രീകൾക്ക് അവസര സമത്വം ഉണ്ടായിരുന്നില്ല. ഇത്തരം സാമൂഹിക അവസ്ഥ നിലനിന്നിരുന്നത് കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? കേരളത്തിൽ ഒരുപാട് സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഐത്തത്തിനെതിരെ കിണറുകൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ കേരള നവോത്ഥാനവുമായിട്ട് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് വൈകുണ്ഠ സ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അപ്പൊ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെ ജനനസ്ഥലം കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ്. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനം. നോട്ട് ചെയ്ത് വെക്കുക. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠ സ്വാമികൾ വെല്ലുവിളിച്ചു. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. കൂടാതെ അദ്ദേഹം മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. സമത്വ സമാജം സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നും കുറച്ച് പോയിന്റ്സ്, പ്രസ്താവനകളൊക്കെ തന്നിട്ട് ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. അപ്പൊ ഈ സെന്റൻസുകൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. ചാന്നാർ ലഹള ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു?
വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ചാന്നാർ ലഹള. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വേല ചെയ്താൽ കൂലി കിട്ടണം. ആരുടെ വാക്യമാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് ഉത്ബോധിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുടെ വാക്കുകളാണ്? വൈകുണ്ഠസ്വാമികളുടെ വാക്കുകളാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇപ്പൊ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പഠിക്കാനായിട്ട് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഓരോ പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വിദ്യയും വിത്തവും. ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറയുന്നത്. ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ജാതി മത വർഗ വിവേചനത്തിനെതിരെ മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യ സ്നേഹി ആരായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരത്തെ കണ്ണമൂല. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ഏതാണ്? തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. മിശ്രഭോജനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചട്ടമ്പി സ്വാമികളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് എന്താണ്? സമപന്തി ഭോജനമാണ്. സമപന്തി ഭോജനം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈകുണ്ഠസ്വാമികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മിശ്രഭോജനം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. അപ്പൊ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ശബ്ദമുയർത്തിയതാരാണ്? ചട്ടമ്പി സ്വാമികൾ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി എന്ന് തന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് തരാം. അപ്പൊ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ജാതി മത ചിന്തകൾക്കെതിരെ അതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ. കൊല്ലം ജില്ലയിലെ പന്മലയിലാണ് അദ്ദേഹം സമാധിയായത്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം. ജനിച്ചത് എവിടെയാണ്? ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് ജനിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. കൊല്ലം ജില്ലയിലെ പന്മന. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? അയ്യപ്പൻ. ഇതിലെ ഓരോ പോയിന്റ്സും ഓരോ സെന്റൻസും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്. എല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? അയ്യപ്പൻ. അയ്യപ്പൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്.
ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന് പേര് വന്നത്. അപ്പൊ ചട്ടമ്പി എന്ന് പേര് വന്നതിന് കാരണം എന്താണ്? ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. നമ്മളിപ്പം ക്ലാസ്സിലെ ലീഡേഴ്സിനെയൊക്കെ ഏൽപ്പിക്കുന്ന മാതിരി അയ്യപ്പനെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ പിൻകാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെട്ടത്. അപ്പൊ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതിലേക്ക് പോവാം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യർ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായത് കൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ് മേൽ സൂചിപ്പിച്ചവ. ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനം ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓരോ സെന്റൻസും പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതാണ്. സർവമത സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു. ആലുവയിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചുവെച്ചു. സർവമതം, ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? ആലുവയിലാണ്. ആലുവയിൽ സ്ഥിരം ചോദിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? ആലുവയിലാണ്. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഏത് സമ്മേളനത്തെക്കുറിച്ചാണ്? ആലുവയിൽ ചേർന്ന സർവമത സമ്മേളനത്തിലാണ്. അപ്പൊ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിലാണ് ശ്രീനാരായണ ഗുരു ഇങ്ങനെ വെച്ചത്. എന്താണ്? വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്നത്. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയ പ്രചാരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായിട്ട് ഗുരു ശ്രമിച്ചു. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കുവാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം 1903 വർഷം നോട്ട് ചെയ്ത് വെക്കണം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1903 ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കുവാനും വേണ്ടിയിട്ട്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ആരുടെ ജന്മസ്ഥലമാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമാണ്. നോട്ട് ചെയ്ത് വെക്കുക. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവശതകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ: ആത്മോപദേശ ശതകം, ദർശനമാല,
ദൈവദശകം എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ഒന്നും കൂടി, ആത്മോപദേശ ശതകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരു. ദർശനമാല ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ദൈവദശകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിന്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. ശിവലിംഗ പ്രതിഷ്ഠ എവിടെയാണ്? അരുവിപ്പുറത്ത്. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ. കാരമുക്ക ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പൊ അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ദീപപ്രതിഷ്ഠ എവിടെയാണ്? കാരമുക്ക് ക്ഷേത്രത്തിലാണ്. ശാരദാ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ശിവഗിരിയിലാണ്. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്ത്. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്ത് ഗുരു പ്രതിഷ്ഠിച്ചത്. ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠയായിരുന്നു അത്. ക്ഷേത്രങ്ങളുടെ ഇതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഇത്രയും ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അയ്യങ്കാളിയെ കുറിച്ചാണ്. വിദ്യാഭ്യാസം സാമൂഹ്യ മൂലധനം. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവ് ആരായിരുന്നു? അയ്യങ്കാളിയാണ്. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവ് അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത്. അപ്പം ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് അയ്യങ്കാളി. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ്? വെങ്ങാനൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ്? വെങ്ങാനൂർ. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. അയ്യങ്കാളി സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന സംഘം. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ് എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പൊ സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധനവ് എന്നിവയായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിച്ചു. ശ്രീമൂലം പ്രജാസഭയിലെ അയ്യങ്കാളി അംഗമായിരുന്നു. ഇനി വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര. അയ്യങ്കാളിയുമായിട്ട് പഠിക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര.
1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത അയ്യങ്കാളി സാമൂഹിക വിലക്കുകളെ ലംഘിച്ചു. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. വില്ലുവണ്ടി യാത്ര നടത്തിയത് പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. വർഷം 1893. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. വർഷം ഏതാണ്? 1893. കല്ലുമാല സമരം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. കീഴാഴ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. കല്ലുമാല സമരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളി. ഇത്രയും കാര്യങ്ങളാണ് അയ്യങ്കാളിയെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. എല്ലാം പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മാറ്റങ്ങൾ തൂലികയിലൂടെ. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇതെല്ലാം ആരുടെ വാക്കുകളാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് ഇത്. ഇനി അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ച് പ്രവർത്തിച്ചു. മുസ്ലിം ഐക്യ സംഘം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? കൊടുങ്ങല്ലൂരാണ്. മുസ്ലിം ഐക്യ സംഘം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. അറിവിന്റെ വെളിച്ചം പകരാൻ മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും അദ്ദേഹം ആരംഭിച്ചു. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. അതുപോലെ മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകൾ ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. മുസ്ലിം ഐക്യ സംഘം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം ഐക്യ സംഘം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. ഇനി സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് ആരാണ്? രാമകൃഷ്ണ പിള്ളയാണ്. രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത്. എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം 1910 സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് ആരാണ്? രാമകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹത്തെയാണ് നാടുകടത്തിയത്. ഇനി അടുത്തത് പൊയ്കയിൽ ശ്രീ കുമാരദേവനെ കുറിച്ചാണ് പറയുന്നത്. പ്രതിഷേധം പാട്ടിലൂടെ. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഇത് ആരുടെ വരികളാണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന്റേതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ആരുടേതാണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന്റേതാണ്. അതുപോലെ മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങൾ ഉഴുതിടുന്നു.
ഇതാരുടേതാണ്? വാക്കുകൾ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ആരുടെ വാക്കുകളാണ്? ആരുടെ വരികളാണ്? ശ്രീകുമാര ഗുരുദേവന്റെ വരികളാണ്. ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇത്തരം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീ പൊയ്കയിൽ കുമാര ഗുരുദേവൻ. തിരുവല്ലയിലെ ഇരവിപേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ ജനനസ്ഥലം എവിടെയാണ്? ഇരവിപേരൂർ. എവിടെയാണ്? തിരുവല്ലയിലെ ഇരവിപേരൂർ. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടു. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടത് ആരാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഏതാണ്? ഇരവിപേരൂരാണ്. തിരുവല്ലയിലെ ഇരവിപേരൂർ. ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? ശ്രീ പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ശ്രീകുമാര ഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അപ്പൊ ശ്രീമൂലം പ്രജാസഭയിൽ ശ്രീകുമാര ഗുരുദേവൻ എത്ര തവണയാണ് അംഗമായത്? 2 തവണ. ഇനി യുദ്ധവിരുദ്ധ ജാഥ. 1-ാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീകുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. യുദ്ധവിരുദ്ധ ജാഥ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീകുമാര ഗുരുദേവൻ. എവിടെ നിന്ന് എവിടേക്കാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്? മാരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക്. എന്തുമായി ബന്ധപ്പെട്ടാണ്? 1-ാം ലോക യുദ്ധകാലത്താണ്. സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടന്നത്. ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം ലോകത്തിന് സമാധാനം. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അടുത്തത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ എവിടെയാണ്? മലബാറിൽ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. അടുത്തത് സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക്. കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും പുരുഷാധിപത്യ കാഴ്ചപ്പാടും മൂലം വിവിധ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ കഷ്ടതകളും ആവശ്യതകളും വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതായിരുന്നു. നമ്പൂതിരി സ്ത്രീകൾ വീട്ടിനുള്ളിൽ ഒതുക്കപ്പെട്ടു. തൊഴിലടക്കുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സവർണരിൽ നിന്നാണ് ചൂഷണവും സാമൂഹ്യ വിവേചനവും അനുഭവപ്പെട്ടിരുന്നത്. സ്ത്രീകൾ നേരിട്ട ഇത്തരം ചൂഷണങ്ങൾക്കും വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശബ്ദമുയർത്തി. കാസർഗോഡ് ജില്ലയിലെ ചീമിനിയിൽ നടന്ന തോൽ വിറക് സമരവും കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽ പുല്ല് സമരവും സ്ത്രീകളായിരുന്നു നയിച്ചത്. ഈ 2 സമരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. തോൽ വിറക് സമരം നടന്നത് എവിടെയാണെന്ന് ചോദിക്കാം. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ. മേച്ചിൽ പുല്ല് സമരം നടന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ. മേച്ചിൽ പുല്ല് സമരം കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ. മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ്. മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? കണ്ടകൈ കുഞ്ഞാക്കമ്മ. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ ആ സമുദായത്തിൽ തന്നെയുള്ള വീട്ടി ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട് മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പ്രേംജിയുടെ ഘൃതുമതി എന്നീ നാടകങ്ങൾ നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടി.
അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെ കൃതിയാണ്? വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. ഘൃതുമതി ആരുടെ കൃതിയാണ്? പ്രേംജിയുടെ കൃതിയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, സ്ഥിരം ചോദ്യമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്, ഘൃതുമതി, പ്രേംജി. ഈ നാടകങ്ങൾ ആരുടെ അവസ്ഥയാണ് പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടിയത്? നമ്പൂതിരി സ്ത്രീകളുടെ അവസ്ഥയാണ്, പരിതാപകരമായ അവസ്ഥയാണ് പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടിയത്. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം എന്നിവർ. 3 പേര് ഓർത്തു വയ്ക്കണം: ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. സ്ത്രീ വിവേചനത്തിനും തൊഴിൽ ചൂഷണത്തിനും എതിരായും കൂലി കൂടുതൽ, വസ്ത്രധാരണം എന്നിവയ്ക്ക് വേണ്ടിയും പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളും രൂപപ്പെട്ടു. ഇത് സ്ത്രീ പുരുഷ സമത്വത്തിൽ അധിഷ്ഠിതമായ ആധുനിക ജനാധിപത്യ കാഴ്ചപ്പാടിന്റെ രൂപീകരണത്തിന് സഹായകമായി. അടുത്തത് മിഷണറി പ്രവർത്തനങ്ങളാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ സുപ്രധാനമായി പങ്കുവഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ വിലപ്പെട്ടതായിരുന്നു. ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും അവരുടെ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. ഈ വിദ്യാഭ്യാസ മുന്നേറ്റം കേരളത്തിൽ സാമൂഹികമായ ഉണർവിന് പ്രചോദനമേകി. കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങളിൽ പ്രധാനപ്പെട്ടവ: ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. 3 പേരുകളും ഓർത്തുവയ്ക്കണം: ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങളിൽ പ്രധാനപ്പെട്ടവ. കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പുത്തൻ ഉണർവ് സൃഷ്ടിച്ച മറ്റു പരിഷ്കർത്താക്കളായിരുന്നു സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, സനാഉള്ള സയ്യിദ് മക്തി തങ്ങൾ മുതലായവർ. സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അവർ ജനങ്ങളെ ബോധവൽക്കരിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം മാനവ മൈത്രി സന്ദേശം പ്രചരിപ്പിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ ആർജിച്ച പുരോഗതിയാണ് കേരളത്തിന്റെ പിൻകാല വളർച്ചയെ മുന്നോട്ട് നയിച്ചത്. ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ ഏതൊക്കെയാണ്? പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. തൊഴിൽ, പേര്, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു. ജാതീയമായ ഉച്ചനീചിത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെയും സ്ത്രീ പുരുഷ സമത്വത്തിന്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് നേടിയെടുക്കാം. കൃത്യമായിട്ട് നോട്ട് എഴുതി വെക്കുക. റിവിഷൻ ടൈമിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്